ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഏഴാറ്റുമുഖത്താണ്. എറണാകുളം ജില്ലയിൽപ്പെട്ട ഏഴാറ്റുമുഖം അങ്കമാലിയിൽ നിന്നും 19 കിലോമീറ്റർ അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഗ്രാമം അഥവാ നാച്ചുറൽ വില്ലേജ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അങ്കമാലിക്കാരനായ ഞാൻ അങ്കമാലിയിൽ നിന്നും യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന എണ്ണപ്പനകളുടെ ചകിരിച്ചോറ് കഴിക്കുന്നതിനായി, പട്ടയും മറ്റും കഴിക്കുന്നതിനായി കാട്ടാനകൾ ഇവിടം വരാറുണ്ട്. ഏതായാലും എൻ്റെ യാത്രയിൽ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ പ്രദേശത്ത് ചാലക്കുടി പുഴ 7 കൈവഴികളായി പിരിഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് അത്രേ ഇവിടം ഏഴാറ്റുമുഖം എന്ന പേര് ലഭിച്ചത്. മറുകരയിൽ കാണുന്നത് കുമ്പൂർമുഴി ചെക്ക് ഡാമാണ്. തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ഈ സ്ഥലം ചാലക്കുടിയിൽ നിന്ന് 31 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു. 2 ജില്ലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ഒരു തൂക്കുപാലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്ന ഫാമിലികൾക്കും കുട്ടികൾക്കും ഇത് നല്ലൊരു കാഴ്ചയാണ്. കാനന ഭംഗിയും ചാലക്കുടിപ്പുഴ പറന്നൊഴുകുന്നതിൻ്റെ കളകളാരവവും ഇവിടം സുന്ദരമാക്കുന്നു. 10 രൂപ എൻട്രി ഫീസ് 10 രൂപയാണ്. ഭക്ഷണം കുട്ടികളായിട്ട് വരുന്നവർ ഭക്ഷണം കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കാരണം ഇവിടെ ചെറിയൊരു കട മാത്രമേ ഉള്ളൂ. കൂൾ ഡ്രിങ്ക്സ്, ചായ, സ്നാക്സ് തുടങ്ങിയവ ലഭിക്കും. ഭക്ഷണം ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് വൺ ഡേ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് വരുന്നവർ ഭക്ഷണവും കൂടെ കരുതണം. ഏഴാറ്റുമുഖത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇതെൻ്റെ ആദ്യ റൈഡിങ് ആയിരുന്നു. 4 ദിവസത്തെ പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തത്. അതിരപ്പള്ളി, വാഴച്ചാൽ, മാലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി, ഉദുമൽപെട്ട്, മധുരൈ, രാമേശ്വരം, ധനുഷ്കോടി, തിരിച്ച് മധുരൈ, മൂന്നാർ, അങ്കമാലി. ഇതായിരുന്നു റൂട്ട് പ്ലാൻ. ഓൾ ഇന്ത്യ റൈഡ് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ട്രയൽ റൈഡ് നടത്തുന്നത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ട്രയൽ റൈഡായിരുന്നു ഇത്. നമ്മുടെ ശരീരം ഒരു റൈഡിന് വഴങ്ങുമോ ഇല്ലയോ എന്നറിയണ്ടേ. അതിനുശേഷം മാത്രമേ ലോങ് റൈഡ് നമ്മൾ പ്ലാൻ ചെയ്യാവൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നീട് എൻ്റെ യാത്ര അതിരപ്പള്ളിക്കായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.